ദുശീലങ്ങൾ, പാർട്ടിയിൽ ദുശീലങ്ങൾ വളരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ മോശം പ്രവണത വളരുന്നു എന്നുള്ളതൊക്കെ അതൊക്കെ എന്താണ് മേൽത്തട്ടിൽ തുടങ്ങി താഴെത്തട്ടിലേക്കും താഴെത്തട്ടിൽ തുടങ്ങി മേൽത്തട്ടിലേക്കും ഉണ്ടാവുന്ന എല്ലാ ദുശീലങ്ങളും ഒഴിവാക്കണം, എല്ലാ ദുർപ്രവണതകളും ഒഴിവാക്കണം എന്നുള്ളത് എല്ലാ സമ്മേളനങ്ങളും പറയുന്നതാണ്. ഈ സമ്മേളനത്തിൽ മാത്രം പറയുന്ന കാര്യങ്ങളല്ല. പാർട്ടിയിലെ അണികൾ പിന്നെന്താണ് അത് ഗോവിന്ദ മാഷ് തുടങ്ങി വെച്ചിരിക്കുന്നു. ഗോവിന്ദ മാഷ് ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുടങ്ങി വെച്ചിരിക്കുന്നു. അതിനേക്കാൾ അപ്പുറമായി ഒന്നുമില്ല. പിന്നെ ഈ കാര്യത്തിൽ എന്താണ് വിഭാഗീയത എന്ന് പറയുന്നൊരു സംവിധാനം ഈ പാർട്ടി ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കും. കുറച്ച് സമ്മേളനങ്ങളായി കാണുന്നത് എന്താ, ഒരു സമ്മേളനം വിഭാഗീയത എന്ന് പറയുന്ന ഒരു സമ്മേളനത്തിലില്ല. അച്യുതാനന്ദന് ശേഷം വിഭാഗീയത പാർട്ടിയിലില്ല, ശേഷം തീരെയില്ല. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒറ്റ നേതാവിലേക്ക് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ചുരുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആ ചുരുങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇനി അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു പുതുതലമുറയെ എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അത് ഈ പറയുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമോ എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരിക്കലും ചർച്ച ചെയ്യാൻ സാധ്യതയില്ല. കാരണം എന്താണ്, അത് സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമാണ് ചർച്ചയിലേക്ക് ഒതുങ്ങാനാണ് സാധ്യത. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണ് പിണറായി വിജയൻ്റെ മൂന്നാം വരവും അതുപോലെ തന്നെ എന്താണ് ഇടതുപക്ഷത്തിൻ്റെ മൂന്നാം ഭരണവുമാണ്, മൂന്നാം ടേമും കൂടിയായിരിക്കും ചർച്ച ചെയ്യാൻ പോകുക. അതിന് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും ഈ പാർട്ടി നടത്തും. അതിന് മുന്നൊരുക്കങ്ങൾക്ക് വേണ്ട എല്ലാ ചേരുവകളും ഈ പാർട്ടി പുറത്തേക്ക് വിടും. അതിനനുസരിച്ചുള്ള എല്ലാ വാർത്തകളും ഈ പാർട്ടി പുറത്തേക്ക് വിടും. അതോടുകൂടി അടുത്ത ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് സമ്പൂർണ്ണ സജ്ജമായ ഒരു പാർട്ടിയെ കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന പാർട്ടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ്.